നമ്മൾ മരിച്ചുപോയ മാമുക്കോയ വരെ ചില ആൾക്കാർ മരിച്ചു പോയ ഒരാളല്ലേ അയാൾ പുള്ളി ഡിഫെൻഡ് ചെയ്യാൻ പോലും ഇല്ല, ചുമ്മാ അങ്ങ് വന്ന് പറയുക. തെളിവ് എന്തെങ്കിലും വേണോ? ഒരു തെളിവും വേണ്ട. ഇനി നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞ ഡേറ്റ് നിവിൻ പോളി കേരളത്തിലായിരുന്നു എന്ന് തെളിഞ്ഞു. കാര്യം മറ്റേ ധ്യാൻ്റെ സിനിമയ്ക്ക് നമ്മുടെ കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയുകയും ചെയ്തു. ഈ പെൺകുട്ടിയോട് മീഡിയക്കാർ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ കൊച്ചിയിലായിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ മറുപടിയാണ് ഓരോരുത്തരും കേൾക്കേണ്ടത്. ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയതാണ്. വൈകിട്ട് പ്രൈം ടൈം ന്യൂസിന് 7 മുതൽ 9 മണി വരെയൊക്കെ ഇരുന്ന് തന്ന് ഉറക്കപ്പച്ചിൽ പറയുന്നത് ഡേറ്റ് മാറിപ്പോയതാണ്. ആ പെൺകുട്ടിക്കെതിരെ കേസെടുത്തു, പരാതി രജിസ്റ്റർ ചെയ്തു. ഉമ്മൻചാണ്ടി സാറിനെ വ്യാജമായ വേട്ടയാടി ഇന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് വന്നു, കോടതി വിധി വന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തു? നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് അങ്ങ് അറിയുമ്പോൾ അത്ഭുതപ്പെടും. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയുടെ പേരിൽ 49 ക്രിമിനൽ കേസുകളുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതിയുടെ വാക്കാണ്. 49 ക്രിമിനൽ കേസുകൾ. നമ്മുടെ മുകേഷ് ഏട്ടൻ, ഞാൻ ലെഫ്റ്റ് അല്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരോട് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. മുകേഷ് ഏട്ടനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നോട് മുകേഷ് ഏട്ടൻ ഫോൺ വിളിച്ചു. നമ്മൾ പേഴ്സണലി ഇരുന്ന് പറഞ്ഞാണ്. ഒരു ദിവസം ഒരു സ്ത്രീ വിളിക്കുകയാണ്, 10 ലക്ഷമോ 1 ലക്ഷമോ കൃത്യം എമൗണ്ട് ചെയ്യാൻ മറന്നുപോയി, എനിക്ക് ഒരു 10 ലക്ഷം രൂപ വേണം. മുകേഷ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തിനാ കാശ് തരുന്നു? മുകേഷേട്ടൻ്റെ ഭാഷയെ കൂടെ കേൾക്കണം, അതാണ് എൻ്റെ ഒരു കൗതുകം. ഞാൻ നിങ്ങൾക്ക് എന്തിനാ കാശ് തരുന്നു? അത് മുകേഷേട്ടൻ എൻ്റെ മോക്ക് പഠിക്കണം. ശരിയാണ്. അപ്പോൾ മുകേഷ് ശരിയാണ്, നിങ്ങളുടെ മോക്ക് പഠിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ എന്തിനാ കാശ്? നിങ്ങൾ അങ്ങനെ കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കും. ഇവരാണ് 11 പേർക്കെതിരെ, ജയസൂര്യക്കെതിരെ, നമ്മുടെ മാമുക്കയ്ക്കെതിരെ, സുധീഷിനെതിരെ ബാലേന്ദ്ര മേനോൻ സാറിന് 71 വയസ്സായി. അതായത് ജീവിതത്തിൻ്റെ അവസാനം ഒരു 10-15 പോട്ടെ 20 വർഷമോ നിൽക്കുന്നൊരു വ്യക്തി എന്നിരിക്കട്ടെ. ആ ബാലേന്ദ്ര മേനോൻ 20 വർഷം മുമ്പ് ചില കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞാൽ പോരെ, തെളിവെന്താ? അതാണെങ്കിൽ ആലോചിക്കണ്ടേ, എന്തെങ്കിലും തെളിവ് വേണം. ചുമ്മാ അങ്ങ് പറയുകയാണ്. നാളെ നമുക്കെതിരെ ഇത് വന്നാലോ? പെട്ടുപോവില്ലേ നമ്മുടെ അഭിമാനം, നമ്മുടെ മക്കൾ അവർ സ്കൂളിൽ പോകണം. എനിക്ക് ഈ കേസിൽ ഏറ്റവും സന്തോഷം, സത്യം പറഞ്ഞാലേ ജയിലിൽ ഈ ഊർജ്ജമൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ. ജയിലിൽ ഒരു 7-8 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആവും. വേറൊന്നും കൊണ്ടല്ല, പരിചയമുള്ള ആരുമില്ല. ഏറ്റവും പ്രധാന പ്രശ്നം എന്താ അറിയോ? എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ മോൻ യാഗ് വന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയത്. യാഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, സോഷ്യൽ സയൻസ് ടീച്ചർ വന്ന് ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പം യാഗിന് ക്ലാസ്സിൽ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമ്മുടെ കൂടെയുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യണം. യാഗിൻ്റെ അച്ഛനെ പോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. നമ്മുടെ കൂടെയുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യാഗിൻ്റെ അച്ഛനെ പോലെ ചോദ്യം ചെയ്യണം. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായി ഞാനത് കാണും. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മെൻസ് കമ്മീഷൻ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓൾറെഡി നാഷണൽ ലെവലിൽ വന്നു കഴിഞ്ഞില്ല. പ്രൈവറ്റ് മെമ്പർ ബില്ലായി ഡോക്ടർ അശോക് കുമാർ മിത്തൽ അവതരിപ്പിച്ചു.